ഇതാണ് മെട്രോ ലൈൻ. കരോൾ ബാഗ് ആൻഡ് ജണ്ടേവാലൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതാണ്. കരോൾ ബാഗ് അപ്പുറം ജണ്ടേവാലൻ, ഇതാണ് ജണ്ടേവാലൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇന്ന് നവരാത്രി ഫെസ്റ്റിവലാണ്. ഞാൻ ഇവിടെ വന്നതാണ് സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അമ്പലത്തിനകത്ത് കയറിയില്ല, പൊട്ടൻ വെടിക്കെട്ട് കാണത്തില്ലേ, അതേപോലെയാണ് ഞാൻ അമ്പലത്തിനകത്ത് കയറി നോക്കിയത്. അപ്പോഴാണ് ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്തത്. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. സ്റ്റേ വിത്ത് മീ, ഓക്കേ. നമ്മളിപ്പോൾ നടു റോട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. നടു റോട്ടിൽ ബെഞ്ചിൻ്റെ പുറത്ത്. കരോൾ ബാഗ് ഏരിയ ആണ്. നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് 4, 5, 6 പൂരി കഴിച്ച്. ഇത്രയും നേരം ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ സിബുള്ള പാൻ്റ് ആയതുകൊണ്ട്, പോക്കറ്റ് ആയതുകൊണ്ടേ, സിബുള്ള പോക്കറ്റ് ആയതുകൊണ്ട് ഫോണൊന്നും വരെ എടുക്കത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങ് കിടന്ന്. ഇവിടെ അത്രയ്ക്ക് കൂതറ സ്ട്രീറ്റ് അല്ല, കരോൾ ബാഗ് ഏരിയ ആണ്, നൈസ് ഏരിയ ആണ് എന്നൊക്കെ തോന്നി. ലുക്കൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലാണ്. 108 അടി പൊക്കമുള്ള ശില്പമുണ്ട്. ഇതിൻ്റെ അടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്. ഇന്ന് ഉത്സവമാണ്, നവമി ഉത്സവമാണ്. നമുക്കിന്ന് ഫ്രീ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രീ ഫുഡ് അടിക്കാം. അതിന് മുമ്പേ ഞാൻ ഇതിനകത്ത് കയറി ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇന്ന് നവരാത്രി ദിവസങ്ങളാണ്. നാളെ മറ്റന്നാളാണ് നവരാത്രിയുടെ മെയിൻ സെലിബ്രേഷൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ ഫുഡുണ്ട്, ഫ്രീ ഫുഡുണ്ട്. ഞാനിത് മെട്രോ വഴിയാണ് വന്നത്. മെയിൻ മെട്രോ ലൈനാണ്, ബ്ലൂ ലൈനാണ്. അവിടെ ഇറങ്ങിയിട്ട് നടന്നു വന്ന് അവിടുന്ന് ഫ്രീ ഫുഡൊക്കെ അടിച്ച് ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് എന്നെ പൊക്കി ഇവിടുത്തെ ആള്. ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. പൊക്കിയിട്ട് എന്നെ കേരളക്കാരാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മേളിൽ കൊണ്ടുപോയി. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഇവിടെ അടിയിൽ കമൻറ്റ് വന്നേക്കുന്നു. ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചേക്കാം, ഏത് ക്യാമറ ബ്രോ യൂസ് ചെയ്യുന്നത്? അല്ല, എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞ് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് പറഞ്ഞു. അപ്പം അയാൾ പറയാ, ഞാൻ തമാശക്ക് പറഞ്ഞേ, അപ്പോൾ പറയാം നിനക്ക് ഭയങ്കര ജാടയാണ്, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ജാടയാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയും ഏത് എഡിറ്റിംഗ് ആപ്പാണ് എന്നുള്ള സംഭവങ്ങളൊന്നും ഞാൻ ആർക്കും പറയത്തില്ല. കാരണം അതിനൊരു ഉപയോഗമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞിട്ട് പേനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ പരീക്ഷയ്ക്ക് തോക്കണമെങ്കിൽ നമ്മൾ എഴുതിയ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. അത് പേനയുടെ കുഴപ്പമാണോ? സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ക്യാമറ എന്ന് പറയുന്ന സാധനം, എഡിറ്റിംഗ് ആപ്പോ ഒരു സാധനത്തിന് ഒരു ഉപയോഗമില്ല. ഏത് ഉപയോഗിച്ചാലും ഈക്വലാണ്. KC നെയ്സ്റ്റാറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ഗിയർ ഡസൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയോ. ഗിയർ ഡസൻറ്റ് മാറ്റർ KC നെയ്സ്റ്റാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കി. ഞാനത് ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. എന്ത് ജാട ബ്രോ, ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പോകുന്നു, കാണുന്നു, അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെല്ലാം കാണിക്കുന്നു റിയലായിട്ട്. അന്നന്നുള്ള ഫുഡ് കിട്ടുന്നതന്നെ വലിയ കാര്യമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതന്നെ വലിയ കാര്യമാണ്. ജാട കാണിക്കാനാണെങ്കിൽ എന്തൊക്കെ ജാട കാണിക്കാം നമുക്ക്. അല്പ ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കും. അല്പ മനസ്സുള്ളവരാണ് ഈ കണക്ക് കൂട്ടുന്നത്, ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ അല്പന്മാരാണ്. അതായത് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ജാടയാണ്. അപ്പോൾ 10 ലക്ഷം സബ്സ്ക്രൈബറായവരും 50 ലക്ഷം സബ്സ്ക്രൈബറായവരും എത്ര ജാട കാണിക്കണം? സോ ഞാൻ എന്ത് പറയണം ബ്രോ, എന്ത് പറയണം ഇതിനെപ്പറ്റി? നമ്മളിപ്പം മെട്രോയ്ക്ക് ഇറങ്ങിയിട്ട് വരികയാണ്. കരോൾ ബാഗിൻ്റെ അടുത്താണിത്. ഹനുമാൻജി കാ മന്ദിർ, ഹനുമാൻജിയുടെ മന്ദിറിലാണ്. ജണ്ടേവാലൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമുക്കിവിടെ ഫ്രീ ഫുഡുണ്ട്. ഇന്ന് ഇവിടുത്തെ ഫെസ്റ്റിവലാണ്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഫ്രീ ഫുഡ്. ഞാൻ കുറച്ച് മൂഡ് ഔട്ടായിട്ടിരുന്നതാണ്, വിശന്നിട്ട്. ഞാനപ്പം വിചാരിച്ച് ട്രെയിനിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഫുഡ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഭയങ്കര വലിയ ക്യൂ ആണ്, പക്ഷേ ഫാസ്റ്റ് മൂവിങ് ആണ്. പൂരി മസാല കിട്ടും, നമുക്ക് പൊളിക്കാം. സർ ഓക്കെയാണ്, ഇഷ്ടംപോലെ കിട്ടും, നമുക്ക് ആവശ്യത്തിന് കഴിക്കാം, വിശപ്പൊക്കെ തീർക്കാം. ഞാൻ ഇന്നലെ ചിക്കനൊക്കെ കഴിച്ചിട്ട് വയറൊരുമാതിരി. എനിക്ക് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ സീനാണ് ചില സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ബീഫും മട്ടനും കഴിക്കുന്നത്. ഇന്നിപ്പോൾ പച്ചക്കറിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചായ കിട്ടുമോ നോക്കാം. അവിടെ വേറൊരു സ്വീറ്റ് സാധനമുണ്ട്, ഒരു അലുവ അല്ലൊരു റവ പോലത്തെ ഒരു സാധനത്തിൻ്റെ, നമുക്ക് കഴിക്കാം. കാണാൻ സാമ്പാർ കണക്കുണ്ട്, പക്ഷെ ടേസ്റ്റ് നോക്കാം. ഇന്ന് നവമി എന്ന് പറഞ്ഞ ദിവസമാണ്, നവമി. ആജ് നവമി ഹേ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മായം കലർത്താത്ത ഫുഡാണ്. അമ്പലത്തിലും പള്ളിയിലും ഗുരുവായൂരിലും കൊടുക്കുന്ന അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല നൈസ് സാധനം, നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം കണക്ക്. നല്ല എന്താ വെച്ചാൽ മായം ചേർക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് അന്നത്തുള്ള ആഹാരം കിട്ടുന്നതിന് വലിയ കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ അഭിനയിക്കുകയോ ചുമ്മാതെ ഇതാക്കിയോ ഒന്നും ചെയ്യുന്നില്ല.
ഞാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് അതേപടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് തന്നെ എനിക്ക് അനുഗ്രഹമാണ്. ഹായ്, നമ്മൾ കഴിച്ച് തീർത്ത് ടോട്ടൽ 4+2 6 പൂരി കിട്ടി നമുക്ക്. ഈ അമ്പലം സ്വാമിയുടെ പ്രതിമ ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ഇവിടെ ഉണ്ട്. ബാക്ക് സൈഡ് കാണാം, ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഫുൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. ഓ ബ്ലാസ്റ്റ് അടിപൊളി വ്യൂ ആണ്. ഹനുമാൻ സ്വാമിയുടെ വായിക്കകത്തോട്ടാണോ? ഹനുമാൻ സ്വാമി അല്ലല്ലോ ഇത്. ഓ ബ്രോ, പൊളി. അത് പബ്ലിസിറ്റി യൂസിക്കുന്നത് ഇതിനകത്തോടാണ് കയറി പോകേണ്ടത് നമ്മൾ. വാ, പൊളി, അടിപൊളി. ഹനുമാൻ സ്വാമിയുടെ ഹാർട്ടിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ 2 ഗോൾഡൻ കളർ പ്രതിമകൾ വെച്ചിട്ടുണ്ട്, മെറ്റാലിക്. അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്താന്ന്. നമുക്ക് അകത്ത് കയറാം. ഓഹ്, സോ ബ്യൂട്ടിഫുൾ. കൽക്കണ്ടൊക്കെ കൊടുക്കും ഇവിടെ. ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സ് ആൻഡ് പൂക്കൾ. ये क्या करने का है? ये हनुमान जी के पूजा के लिए होता है। हाँ, जो आते हैं ये उधर रखने के लिए. हनुमान जी चमेली का പൂജ ഓയിലാണ്. നൈസ്. ഓക്കെ, 5 രൂപയുടെ എന്തോ സാധനം, വേറെന്തോ സാധനം, പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട. അവൻ അപ്സെറ്റായി കേട്ടോ. ഞാനത് തൊട്ടപ്പോഴത്തേക്ക്. ഇവിടെ ഇങ്ങനെയാണ് ആൾക്കാർ, ഭയങ്കര മോശം സ്വഭാവമാണ്. മുംബൈയെ പ്രത്യേകതാക്കുന്ന മുംബൈയുടെ ആൾക്കാരാണ്. ഡൽഹിയെ വൃത്തികേടാക്കുന്നതും പ്രത്യേകതാക്കുന്നതും ഡൽഹിയുടെ ആൾക്കാരാണ്. നവമി ഡേ ആണ്, ഫെസ്റ്റിവൽ ഡേ ആണ്. ഫയറൊക്കെ ഉണ്ട് ഇവിടെ. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊന്നും പോവാം, നടക്കാം. നല്ല രസമുണ്ട്. ഫേമസ് അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പേരിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഝണ്ടേ വാലൻ. അതിനർത്ഥം ഹനുമാൻജി എന്നായിരിക്കും കേട്ടിട്ട്. മേളിലോട്ട് കയറാം, എന്താ നോക്കാം. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല എന്തോ സംഭവം. I'm from the management team. I like to just आज फेस्टिवल है ना? It is a festival. I like to show you each and every Wow. of the stuff. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. I'm just help you out. I'll put the video on YouTube. അടിപൊളി ബ്രോ. This is the Ram Darbar of this month. Ram Dargah. Ram Darbar. Darbar is the place where Maharaja sits. Okay, Ram Darbar. Ram Bhagwan is the Maharaja. Okay. And he sits here with his wife and his brother Lakshmana and the Sevak Hanuman. These 3 people are? The middle one is Ram Bhagwan and the Sita Maiya, his wife and his brother. Okay. Lakshmana. And his Sevak. And Hanumanji. The Sevak one, the Hanumanji. So Hanumanji is like helping the gods. No, I don't know because he is the Sevak of Sri Ram. Sevak. Okay. Which religion you follow? Christianity. No issue. But I love everything. Yeah. I also respect everything. Yeah. Come. This is the founder of. This is the founder of this temple. Oh, okay. This is the founder. He is the Mr. Tufan Giri Maharaj. Okay. Here is the Mishambar Giri. Okay. Now then there's Cylinder Giri. This is the main people who started all the disciples. Okay. The hierarchy. Tufan Giri, Mishambar Giri, Cylinder Giri, Seva Giri. Okay. 3 people. Om Prakash. Okay, sir. Hi, sir. Namaskar, sir. Very good. Yeah. And this is the. He is the Seva. Yes, sir. Last disciple. Okay. So this temple is how old is this temple? Near about 150 years. 150 years പഴക്കമുള്ള അമ്പലമാണ്. By the facts of the British facts, I acknowledge that it is 150 years. 150 years old ആണ്. ബ്രിട്ടീഷ് സാമ്രാജ്യ സമയത്തും ഇതുണ്ടായിരുന്നു. Here the Devi Mata स्थापित. Okay. Here of the Navratri This is Puja. Devi Mata. Devi Ma. Ma Durga. Okay. Wow. The Gada is so big. So big Gada. You can see the Ram Naam was written by hand. Ram Naam. Everywhere Ram. There are 1,000 times of Ram. Everything written in Everything is written by hand. Okay. Wow. So big. And it is 108 feet.
Tall. This is tall. This is the Facebook page of the Facebook page ഉണ്ട്. scanner code of this Hanuman Mandir. Okay. Yeah. Today is the festival, right? Yeah, this is the festival of the Navaratri. Navaratri. Yeah. This is the main temple, main Garbhagriha of this temple. Okay. Hanumanji is Virajit here. Okay. It was believed that if you take the name of Ram Bhagwan somewhere and the part of Ramayana will be continued at some place, the Hanumanji will go there and listen that. Wherever there is Ram Bhagwan, there is Hanumanji. Yeah, the chanting of Ram Bhagwan. There was Hanuman. Okay. So by that, there was Akhand Ramayana part. Okay. There was Akhand Ramayana part here. The Ramayana part continues from 1992. So they are reading non-stop. Non-stop from 1992. 24 hours. 24 hours, 7 The days. shift changing. In the Corona period, it was also continued. Wow. Non-stop ആയിട്ട് രാമായണം വായിച്ചുകൊണ്ടിരിക്കും. Every day, every week, 365 days. 365 People days. will be changing another. People change the shift accordingly. The Ramayana, maybe 1,000 times they are reading. Yeah. That's why Shri Hanuman ji has been give their aura here. Okay. Yeah. So this is more like powerful temple. Yeah, more powerful are the aura wise. I think this is important temple also. Very important temple. അതുകൊണ്ടാണ് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. People are also very nice here. I love it. Today the Yagna has gone over the Navratra Pujan here. Okay, yesterday night it was there. Today night. And today night also there was a Yagna. Tomorrow night there was a Yagna. So I have to stay here till night. I can see everything, na? What If time? you come tomorrow, I can show you the more way because today is my office. Okay. I can show you. Okay. कैसे आइडेंटिफाई किया मुझे? I was like कुछ मालूम नहीं ऐसा जा रहा था ना. This is Bhairanath Maharaj. This is very ancient statue of Bhairanath Maharaj. Ancient statue, maybe more than 100, 500, maybe. Can be, but I can't just Yeah, you say can't that. say I that. can just say the anything which I don't have any proof. Yeah. Hanumanji. Hanumanji. Bal Hanuman Roop. Okay. Bal Hanuman. Bal Hanuman Roop. Yes. Was स्थापित here. Okay. This is the area where we can see the Amar Kund when the Devta and Danavs come together and have जब उन्होंने अमृत मंथन करा. Yes. समुद्र मंथन में Yes. अमृत मंथन करा. Yes. അമർകുണ്ടം എന്ന് പറയുന്ന സംഭവം അല്ലേ? I have seen the Ramayana and Mahabharata on TV, so I know the names. Okay. You can see the Bholenath Maharaj sitting here. Yeah. The founder of Baba Sevagiri and his guru, all gurus of this Giri Panth is Guru Dattatreya Ji. Okay. This is the continuous Yagya Sthali here. They're praying here all The praying here. Okay. All Giri Panths regularly on Thursday pray here and to the god and Mahansa. Okay, very nice. This is Kali Mata Darbar and he is Mahant Surajgiri. Okay. He is the committee member of management team. Okay. Yeah. Kali Mata is स्थापित here. Ma Saraswati, Ma Lakshmi. Okay. Here you can see the grass. Grass. Yeah. It is sowed before Navaratri Puja. Oh. And after that it is grown in a complete grass. Oh, നവരാത്രിയുടെ മുമ്പത്തെ ദിവസം അത് അതിന്റെ സ്കച്ചോട്ട ദാന ചെറിയ ചെറിയ It is not necessary to get the dana of that. It will grow. Yeah, it is. Okay. തന്നെ കിളിച്ച ഇതാണ് നവരാത്രി ദിവസം 9 days na? 9 days. 9 days Navaratri. നവരാത്രി. So it is 9 days. Okay, അന്നേരം ആ പുല്ല് ഇങ്ങനെ കിളിച്ച് നിൽക്കും. After that the grass you will It has been it will remove and it has been sowed somewhere else. Okay. This is Shanidev Maharaj temple. Okay. One of the Navgraha is Shanidev. okay. So Shanidev Maharaj temple, you can see the beautiful architecture here. Yeah. It is oftenly seen Kerala and the South Mandirs can be oftenly seen the beautiful architecture. Yes. But you can see here also. Yeah, the carvings Yeah, the carvings of this. and yeah, looks beautiful. ഭയങ്കര ഇഷ്ടമാണ് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ ഇങ്ങനെ. One of the Navgraha is Shanidev Maharaj. Okay. And we have seen the Bhairanath Maharaj. Yes. Again here the Bhairanath Maharaj. Okay.
today in this auspicious day, Yes. many people do the bhandaras all over the world. As it has been continued here, and Yeah. the continuous bhandara, and it is feeding people. Food. Okay. मैं खाया था. Hi, आपने? Very nice. How it is? It's like homely food. Very tasty. It has been, due to the corona things, we had taken more cautious measures to just cover up that. But we can maintain the hygiene. Okay. നമ്മളെ ഹെൽപ്പ് ചെയ്തു, വളരെ നല്ല കാര്യമാണ്. സംഭവങ്ങളെല്ലാം പറഞ്ഞു തന്നത്. നമുക്ക് അകത്തോട്ട് കയറി പോകാൻ വേണ്ട, ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വന്നെങ്കിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. മാ കാളീസ് ടെമ്പിൾ. It's a very important goddess of Hindu culture. This is Ma Vaishno Devi. മാ വൈഷ്ണോദേവി. Yeah, the temple in the north in Kashmir. Okay. This is the main Devi, Vaishno Devi. Okay. Yeah. This is the crown. Yeah. This is the crown of this Devi. Okay. In the center you can see the Ma Durga, Ma Ambe, Okay. Ma Lakshmi. Okay. And there is Ma Saraswati, Ma Kali. Okay. Yeah. 3 ones. Okay. He is the main pujari of this temple. Okay. Of this temple is Mr. Rakesh Kumar. Okay. Rakesh Mishra. Okay. Yeah. He takes care of all the puja rituals. Okay. I have to drink. Yeah, you can just Drink it. Yeah. चलो भैया इसलिए मैं वो हो गए Okay. दर्शन वैष्णो देवी नहीं है ना शादी के बाद People used to come and have a darshan here. हाँ. जहाँ तक The Mishri Dana is sugar bites kind of thing. हाँ. Bhagwan Shiv Virajas here. Wow, Bhagwan Shiv. This is designed like a cave. This is not a cave, this is natural cave. Natural cave and Natural? natural cave. Okay. Yeah. The groundwater automatically comes here. Oh, that's why And the we water. pump out the water regularly on a regular basis. Oh, ഇവിടെ വെള്ളം. This is all the groundwater. This is not water that we had pumped. This is like pure water. Pure water, groundwater. ഇത് തന്നെ വെള്ളം വരും ഇവിടെ. The cave തന്നെയാണ്. Just you designed it with like this. It is natural cave. Yeah, natural cave. Ancient, maybe ancient. You can see the stone qualities. Huh. It is not designed. It is naturally occurred here. Oh, this round, huh? Yeah. This is a secret place. Kind of. Yes. These are two tigers who protect Devi Ma. We came out of the same place where we had started. Yes. Upstairs also, no? Upstairs പോകാം നമുക്ക്. This is India's biggest Hanumanji ka statue, है ना? Yeah. Automated. Or world's biggest? This No. This No. also works also. Huh? This also moves also. Oh, this one moves. Yeah. Oh, ഈ statue move ചെയ്യും കേട്ടോ. So it's how difficult to move this a huge. Ah. He is Mr. Mahan Kanhaiya Lalgiri. He takes care of all the management of this temple. ഓ, മേൽഭാഗത്തെത്തി. Almost upstairs, na? Yeah, almost. We don't have a permission to go there. Okay, no problem. What is the? I have doubt. What is inside Hanumanji ka heart? The Sri Ram and Sri Mata Ram Sita. Mata Sita. Okay. Now we are the lower body part. Yes. We reach to the lower body part Yes. of the statue. Okay. സ്റ്റാച്യുവിൻ്റെ ഭാഗങ്ങളാണിത്. This is near about 60 feet. 60 feet. Yeah. We are in the height of 60 feet. From So we are halfway. half. Yes. This is the very beautiful paintings. You can go there. Okay. This
गुस्सा मत करो. Okay. Bhagwan Krishna and Ma Radha. Bhagwan Krishnan and Radha. Ma Radha. അമ്പലത്തിലെ ആംബിയൻസ് ഭയങ്കര രസമാണ്. ദ വൈബ് ഇസ് വെരി നൈസ്. Aura is very beautiful. See my hand, I'm getting goosebumps. Goosebumps are there. Yeah. You can see there is continuous part chanting of Sri Ram name, and the aura was so powerful that it makes it gives very peace to the human body. Yeah. You can see the Shri Hari Mahalakshmi. Yes. ഏത് ആൾക്കാർക്കും പീസ്ഫുൾനെസ് ആണ് വേണ്ടുന്നത്. പീസ്ഫുൾനെസ് കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. Maharaj is also established. Okay. This is the Panchmukhi Bajrang Bali Murti. Panchmukhi, 5 faces. Which are rarely seen in these our common temples. First time I'm seeing this Panchmukhi. Panchmukhi. Yes. At the time of when the Ahi Ravan captured Shri Ram and Bhagwan Lakshmana, Bhagwan had take the roots of Panchmukhi. 5 faces. 5 faces. Okay. To fight with that Ahi Ravan. To fight with Ravan. Ahi Ravan, the brother of Ravana. Okay. He is also a demon, very powerful demon. Okay. So by this Ma Durga temple, I think I had covered the whole mandir. Okay. And if you join me tomorrow night, I can show you how the Navratri Puja is going. Tomorrow night is the main day. Okay. Dashmi, and many places there was in Ramlila, Ravana also burned. Okay. That was a sign of winning of the purity, the godliness from evil powers. ബ്ലാക്ക് ഡാർക്ക് ഫോഴ്സസ്, ഡാർക്ക് എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് ദിസ് ഫെസ്റ്റിവൽ ഇസ് ഡൺ. യെസ് യെസ്. This is the Sheesh Darbar. Sheesh Darbar. Sheesh Darbar. You can see this temple has been built from tiny mirrors. Yes, small glasses. Small glasses mirrors. Which shines like diamonds. Shine like that. With lighting. ഇത് ഫുൾ ഗ്ലാസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷീഷ് മെഹൽ എന്നാണ് പറയുന്നത്. Ancient type of Mughal architecture also, and another temples also it is there. It is really about, according to me, it is near about 60 years old. 60 years old architecture. Okay. Beautiful. So peacefulness here. We can sit here full day, and without tension. Adani. And the smell is so nice. The fragrance is so nice. Flower. I'm working in perfumes. Okay. So I get all smells fast. So you can identify which smell is this. Yeah. I cannot see colors. I cannot see red and green. So my nose is powerful. If God takes something and it gives something. Yeah, God will take something and compensate with something. Yes. All the dogs, they see black and white. Yeah. So they can smell too. Now our journey is completed. I think Very nice. You told everything. If I was alone, I will not see down, I will not see up. You are allowed for everything, but you can't identify what is the main purpose of this and what things. Very good. So nice. അടിപൊളി restaurant. നമുക്ക് നാളെ മറ്റന്നാൾ വരെ ഇവിടെ. Day after tomorrow we will come here for Navratri celebration festival. So today I can walk around this place and see the market and all the place. അടിപൊളിയാണ്. Stay with me, okay? ഈ ജണ്ടേവാലൻ എന്ന് പറയുന്ന സ്റ്റോപ്പ് അപ്പുറം കരോൾ ബാഗാണ്. കരോൾ ബാഗ് എന്ന് പറയുന്ന പേരാണ് എനിക്ക് ഏറ്റവും അറിയാവുന്നത്. എങ്ങനെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞു. കരോൾ ബാഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എവിടെയോ കേട്ട് പരിചയം, ഭയങ്കര ഫെമിലിയർ പേരായിട്ടാണ് എനിക്ക് തോന്നിയത്. ന്യൂഡൽഹിയിലെ എന്താ അങ്ങനെ കരോൾ ബാഗും ഫേമസ് സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ കറങ്ങാം. ഇന്ന് നമ്മൾ ജണ്ടേവാലൻ്റെ അമ്പലത്തിൻ്റെ ആ സ്ഥലങ്ങൾ ഫുള്ള് കറങ്ങുവാണ്. ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. നൈസാണ്, നമുക്ക് മനസ്സിലാക്കാം. നമ്മളിങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഏതെങ്കിലും ഫേമസ് സ്ഥലത്ത് വരും, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇൻ ഡെപ്ത് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ചുമ്മാതെ വന്ന് കണ്ടു പോകുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഈ റോഡാണ് കരോൾ ബാഗ്. ഇതൊരു തുണിക്കടക്കാർ വണ്ടി വിട്ടു കൊടുക്കുന്നതാണ് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി, നടക്കാൻ വേണ്ടിയൊക്കെ. ഇതിലൊന്നും ബൈക്കും കാറും ഒന്നും അലൗഡല്ല.
പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ മെട്രോയിൽ വന്നാൽ നൈസാണ്. ചീപ്പ് ഷോപ്പിംഗ് ഏരിയയാണ് പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെയൊക്കെ. പെണ്ണുങ്ങളുടെയാണ് മെയിനായിട്ട് ഇവിടെ. ഇതിൻ്റെ ഈ റോഡിൻ്റെ തന്നെ പാരലൽ റോഡ് അവിടെയുണ്ട്. അത് ഖാൻ മാർക്കറ്റ് റോഡ് എന്ന ഏരിയ എന്നാണ് പറയുന്നത്. ഖാൻ മാർക്കറ്റ് എന്ന് വെച്ചാൽ മറ്റേ ഇതൊക്കെ കിട്ടും, ഇത് മൊബൈലിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ നോക്കി നേരത്തെ അങ്ങോട്ട് പോയി. നമുക്ക് അതിൻ്റെ വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് പിന്നെ ചെയ്യാം. മൊബൈലിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ബാംഗ്ലൂരിലൊക്കെ എന്ന് വെച്ചാൽ ശിശു, ബാംഗ്ലൂരിലൊന്നും ഇതൊന്നും ബാംഗ്ലൂരിനേക്കൊക്കെ ഡബിൾ, അതും ചീപ്പസ്റ്റ് റേറ്റ്. ഓരോ സാധനങ്ങൾ ഫുള്ള് പവർ ബാങ്ക്, കവറ്, സ്റ്റിക്കർ, മേളിലൊട്ടിക്കുന്ന ടെമ്പേർഡ് ഗ്ലാസ്, എല്ലാ സാധനങ്ങളും കിട്ടും. മൊബൈലിൻ്റെ ഇയർഫോൺസ്, ഇനി എന്താണെന്ന് വെച്ചാൽ അത് എല്ലാം ഉണ്ട്. കരോൾ ബാഗ് ട്രേഡേഴ്സ് അസോസിയേഷൻ്റെ വണ്ടിയാട്ടത്, ഒറ്റ കടയുടെ അല്ല, ട്രേഡേഴ്സ് അസോസിയേഷൻ്റെ വണ്ടിയാണ് ആ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ. ഒറ്റ കാര്യം എനിക്ക് മനസ്സിലെന്ന് വെച്ചാൽ ഡൽഹിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാതെ നടക്കുന്നത്, പോകില്ലെന്നും പറഞ്ഞാൽ നടക്കുന്നത്. കാരണം ഒത്തിരി ആൾക്കാർ വന്ന് നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കും. ഇന്ന് തന്നെ ഞാൻ നടക്കാൻ നേരത്ത് നടന്നിട്ട് ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കാൻ നേരത്ത് ഫോൺ വേണം, ഫോൺ വിളിക്കണം, അവൻ്റെ ഈ ഫോണില്ലെന്നും പറഞ്ഞൊരുത്തൻ ഇൻ ചെയ്തിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഒരുത്തൻ. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം, ഇൻ ചെയ്ത് വരുന്നവൻ്റെ ചെരുപ്പിട്ടേക്കുന്നവൻ, എന്നിട്ട് അവൻ്റെ പാൻറ്റിലൊക്കെ അഴുക്കില്ലേ, എവിടെയൊക്കെ മണ്ണിലൊക്കെ പോയിരിക്കുന്ന അഴുക്കില്ലേ, അത് എനിക്കൊരു ഡൗട്ട്. അവന് ഫോണും ഇല്ലെന്ന്, അവന് ഫോൺ ചെയ്യണമെന്ന് എൻ്റെ ഫോൺ കണ്ടപ്പോഴത്തേക്ക്. അതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇച്ചിരി ബാക്കിലോട്ട് വന്നാണ് ഇങ്ങനെ നോക്കിയത്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടിട്ട്, അപ്പം ഞാൻ ഫോൺ കൊടുത്തെങ്കിൽ അവൻ ഓടി ചെയ്യാൻ ഫോണുമായിട്ട് ഉറപ്പാണ്. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, അവസരം കിട്ടിക്കഴിഞ്ഞാൽ തപ്പിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഫുള്ള്. എന്തും കുനിഞ്ഞ് നിന്ന് ആ നിക്കർ വരെ അടിച്ചുകൊണ്ട് പോകും. അത്രയ്ക്ക് ടീംസാണ് ഇവിടെ ഫുള്ള്. ഷോർട്സ്, ടീഷർട്ട്സ് 150 രൂപ, 100 രൂപ, 150 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ 100 രൂപയൊക്കെ കിട്ടും. പെണ്ണുങ്ങളുടെ ഡ്രസ്സസ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പം സ്ട്രീറ്റൊക്കെ ഓണായി വരിക. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയെന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഓണല്ലായിരുന്നു, ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നില്ല. ഞാൻ നെറ്റ് നോക്കിയപ്പോഴും ആൾക്കാരൊക്കെ വൈകുന്നേരമാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇവിടെ കരോൾ ബാഗിൻ്റെ മെയിൻ റോഡ് ഇങ്ങനെ പോവും, മെട്രോ സ്റ്റേഷൻ അവിടെയാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഇടവഴി എല്ലായിടത്തും ഷോപ്പിംഗ് ആണ്, മെയിൻ റോഡിലും ഷോപ്പിംഗ് ആണ്. ഇവിടെ ഇത് വലിയൊരു കടയാണ്, ക്ലോത്ത്സ് ആൻഡ് മോർ എന്നും പറഞ്ഞിട്ട്. നമുക്ക് തിരക്ക് വെച്ചാണ് അറിയാൻ പറ്റുന്ന അതിൻ്റെ അടുത്തൊക്കെയുള്ള ആൾക്കാരുടെ. ഇഷ്ടം പോലെ മലയാളികളെ ഞങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, തിരിഞ്ഞിരിഞ്ഞൊക്കെ നോക്കും മലയാളിയാണെന്ന് അറിഞ്ഞിട്ട്. ഇവിടെ ചോലെ ഭട്ടൂര എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ ഫേമസ് സ്ഥലമാണിത്. സോറി ചോലെ ഭട്ടൂരയുടെ ഫേമസ് സ്ഥലമാണ്. അവർ വന്ന് ഫ്രണ്ടിൽ വന്ന് കയറി നിൽക്കുന്നു, എന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് കണക്ക് നോക്കുന്നു. അവരെന്തോ മേളിലോട്ട് ആകാശത്തോട്ട് നോക്കി നടന്നിട്ട് നമ്മളെ നോക്കി ഞെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളപ്പോഴേ എന്ന് വെച്ചാൽ ആരെങ്കിലും ദേഹത്ത് തട്ടിയാലോ, എന്നപ്പോൾ നടന്നു പോകുമ്പോഴേ മെട്രോയിലേക്ക് ആരെങ്കിലും ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഐ എം സോറി എന്ന് പറയും, അറിയാതെ പെട്ടെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഡൽഹിയിൽ അങ്ങനല്ല, 2 തെറിയും കൂടെ വിളിക്കുന്നത് തട്ടിക്കഴിഞ്ഞാൽ. ഞാൻ വേറെ രീതിയൊക്കെ പൊളൈറ്റായിട്ടുള്ള രീതിയൊക്കെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ വിചാരിക്കുന്നത് ഇവൻ പൊട്ടനാണെന്നാണ് വിചാരിക്കുന്നത്. വഴി ഇന്നെന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, ഇന്നത്തെ ജീവിതം എങ്ങനെ, നാളത്തെ ജീവിതം എങ്ങനെയെന്ന് പറഞ്ഞ് വഴി ജീവിക്കുന്നത് ഞാൻ എന്ത് ജാട കാണിക്കാൻ. യൂട്യൂബ് എന്ന് വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാനോ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നിനു വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് എല്ലാവരെയും കാണിക്കുന്നു. അത് തന്നെ എല്ലാവരും ഹാപ്പി ആവണം, ഞാനും ഹാപ്പി ആവണം, അതാണ് എൻ്റെ ഉദ്ദേശം.